ബാക്ക് ടു മൈ അനദർ ഡേ മൈ ലൈഫ്. കുറേ നാളായല്ലേ ഒരു ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഡേ മൈ ലൈഫ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്നൊരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ കുഞ്ഞിക്കണ്ണനും ആരും എണീച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞോട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പുക്കുട്ടൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. ആൾ പിന്നെ നേരത്തെ എണീക്കുന്ന ആളല്ലേ. പക്ഷെ അപ്പുക്കുട്ടൻ ഇന്ന് ഭയങ്കര വാശിയാണ് കേട്ടോ. ഏതൊരു ദിവസം കൈ പൊള്ളിയ ദോശ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആ സെയിം ദോശ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആളെ കരച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് പാവം അന്ന് 28 സമയത്ത് വയ്യാതതിന് ശേഷം മക്കളിൽ നിന്ന് എടുക്കാനായിട്ട് ഇപ്പോഴും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പൂനെയൊക്കെ പിടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൈയൊക്കെ പിടിച്ച് നടക്കുകയാണ് ആൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പം അപ്പുറത്തെ വീട്ടിലേക്ക് വല്യമ്മയുടെ വീട്ടിലേക്ക് ആൾ പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇനി അവിടെ സെറ്റാകുമെന്ന് വിചാരിച്ചിട്ട് അമ്മ നൈസായിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് ദോശയും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. 2 ദിവസമായിട്ട് 12 മണിയൊക്കെ ആവട്ടെ ഉറങ്ങുമ്പോഴേക്കും. അതിന് കാരണമുണ്ട്, നമ്മളെ കുഞ്ഞു ബേബികളൊക്കെ ഉറങ്ങുമ്പോഴേക്കും അറൗണ്ട് ഒരു 11 മണി 11:30 ആവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെറ്റ് ബേബികൾ ഉറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ ഉറങ്ങി വരുമ്പോഴേക്കും അറൗണ്ട് 12 മണിയൊക്കെ ആവും കേട്ടോ. 12 മണി ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ കണ്ണൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ വേഗം ചെന്ന് നോക്കിയപ്പോൾ അമ്മ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ണനെ മാത്രമാണ് അമ്മയ്ക്ക് എടുത്ത് നടക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വേറെ ആരും ഒരു മക്കളെ ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല. 28 ശേഷം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് നടുവേദനയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ കണ്ണനെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ചില സമയത്ത് ആളെ എടുക്കാനായിട്ട് പറ്റില്ല അമ്മയ്ക്ക്. അപ്പോൾ ആളതേ മടിയിലൊക്കെ വെച്ചിട്ടിരിക്കുക കേട്ടോ. ചിഞ്ചുതേ കുഞ്ഞിപ്പാരുവിനെ കാഴ്ചയെ കാണിക്കാനായിട്ട് പുറത്ത് കൊടുത്തിരിക്കുക. അപ്പോൾ മക്കളൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ സെറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. കുറേ നാളായി ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഒരു നല്ലൊരു പാൽ ചായയൊക്കെ ഇട്ട് കടുപ്പത്തിലുണ്ടാക്കി. അതിനിടയ്ക്കാണ് നമ്മൾ ജിമ്പുക്കുട്ടിന് എണീറ്റ് വന്നത് കേട്ടോ. ജിമ്പുവിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫിറ്റ്നസ്സിൻ്റെ ഒരു ഭ്രാന്ത് ഇളകിയിരിക്കുവാണ്. എല്ലാ ദിവസവും രാത്രി എന്നോട് പറയും, അമ്മ അലാം വെക്കണേ, രാവിലെ നമുക്ക് ഇരുട്ടാവുന്ന സമയമാകുമ്പോൾ നമുക്ക് എണീക്കണം, എന്നിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയും. ആൾ അലാം കേട്ട് എണീക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയും, ജിമ്പു എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നമുക്ക് കിടന്നുറങ്ങാം, നമുക്ക് വേറെ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിച്ച് വരികയാണ് കേട്ടോ. എന്നാന്നാവ പിടി കിട്ടുക. അപ്പം ആൾ കുറച്ചൊക്കെ ഒന്ന് വാശി പിടിച്ചു. പക്ഷെ അങ്ങനെ അങ്ങ് പോയി. നാളെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ആളങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇത് ചായ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നാളായി കുടിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു ചായക്ക് കേട്ടോ. പിന്നെ ഇത് 3000 ആവാനായി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ വാച്ചവേഴ്സ് നോക്കുക, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് നോക്കുക, അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഷോർട്സിന് 1 മില്യണും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കിയത് അമ്മ അനിയത്തി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വേഗം ചായയൊക്കെ എടുത്ത് ഓടി റൂമിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ചായ ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. കാരണം ഓരോന്ന് കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മക്കളെ കരച്ചത്. അങ്ങനെയൊക്കെ അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞു. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുളി തീർക്കും കേട്ടോ. കാരണം നീരിറക്കം അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അതുകൊണ്ട് 9 ഉള്ളിൽ തന്നെ നമ്മൾ കുളിയൊക്കെ കാര്യങ്ങളെല്ലാം സെറ്റാക്കണം കേട്ടോ. തല നനയ്ക്കുവാണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നെ അറിയാമല്ലോ, കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാസ്നാദിപ്പൊടി അത് മസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നീരിറക്കമുള്ളവർ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യണത് ഒരു വലിയൊരു കപ്പ് വെള്ളം, നല്ല പച്ച വെള്ളം, നല്ല തണുത്ത വെള്ളം കുടിക്കുക. അങ്ങനെയാണ് കേട്ടോ. രാവിലെയും ഒരു കപ്പ് കുടിക്കും കേട്ടോ. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും 2 കപ്പ് വെള്ളം ഞാൻ ഫുള്ള് കുടിച്ച് തീർക്കുക. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വല്യേട്ടൻ്റെ ചേച്ചിയുടെ അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ബേബീനെയൊക്കെ കാണാനായിട്ട്. അവിടെ 28 സമയത്ത് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 28 കൂടാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫ്രീ ആയപ്പം ബേബികളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മളെ വാമിക്കുട്ടനാണ്. അവരുടെ കളി രാവിലത്തെ ഒരു വെള്ളത്തിലെ കളി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇവർ രണ്ടുപേരെയും കുളിപ്പിക്കാനൊക്കെ ആയിട്ട് റെഡി ടു ഗോ എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ബെഡൊക്കെ സെറ്റാക്കി ഇട്ടു. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ബെഡൊക്കെ സെറ്റാക്കി ഇട്ടു കേട്ടോ. പിന്നെ കൊടുന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും കൂടെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് 2 മക്കൾ നന്നായിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. ഇഹക്കുട്ടി നന്നായിട്ട് ചിരിക്കും. അവിടെ നന്നായിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആളിങ്ങോട്ട് നന്നായിട്ട് വർത്തമാനം പറയും കേട്ടോ. കണ്ണന് പക്ഷേ എൻ്റെ സൗണ്ടൊക്കെ അത്യാവശ്യം ഇപ്പം മനസ്സിലാവാൻ തുടങ്ങി കേട്ടോ. കണ്ണന് കുറച്ചൊക്കെ എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പാല് കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. പിന്നെ ഇന്ന് നമ്മൾ ജിമ്പക്കുട്ടനും അപ്പൂനും ആമിക്കുട്ടനും കൂടെ എന്നൊരു സർപ്രൈസ് കൊടുത്തിരിക്കുക കേട്ടോ. ഈ പൂള് നമ്മുടെ അടുത്തുള്ളത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ചെമ്മാപ്പിള്ളാൻ സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതുവരെ ചെത്തല്ലൂർ എത്തിയിട്ട് നമ്മൾ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. എപ്പോഴും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പനി ജലദോഷം ഒക്കെ ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് കൊടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർ വെള്ളം
ഒഴിച്ചിങ്ങനെ സ്റ്റാർട്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ അവർ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ആളും പോവുകയാണ്. ഇതാണ് പ്രവീണ ചേച്ചി കേട്ടോ, ഞങ്ങളെ വലിയേട്ടൻ്റെ ചേച്ചിയാണ്. ഇവർ രണ്ടുപേരും മണപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ മക്കളുടെ കുളിസിനും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിമ്പൻ്റെ കളിയാണ് അതിൽ ഭയങ്കര കളി. കാരണം മറ്റൊരു രണ്ടുപേരും ഒരേ സെയിം ഏജ് ആണല്ലോ. അപ്പോൾ ജിമ്പൻ കുറച്ച് വലിയ ആളായതുകൊണ്ട് അവളുടെ കുറച്ച് വലിയ കളികളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുകൂടി ഇവരൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം വലിയിടം പറയുന്നുണ്ട് കൂടുതൽ കളിച്ച് കഴിഞ്ഞാൽ ചെമ്മാപ്പിളിക്ക് പോകേണ്ടി വരും രണ്ടാളും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആദ്യക്കൂട്ടം മാത്രം ഇറങ്ങിയിട്ടില്ല. ആൾക്ക് 2 ദിവസം മുന്നേ കൂടെ പനിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വലിയമ്മ വിട്ടില്ല കേട്ടോ. എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളെ കുളിക്കാനൊന്നും വിട്ടില്ല. അപ്പോഴേക്കും ചിഞ്ചു കുളിപ്പിക്കാൻ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്, ഇഹക്കുട്ടീനെ. അതിനിടയ്ക്ക് അമ്മ കോഴി സൂപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ തരും കേട്ടോ, രാവിലെ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് തരാം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ തുണികൾ മടക്കണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കുളിപ്പിച്ച് വരുമ്പോഴേക്കും എനിക്ക് കുറേ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അതായത് വയമ്പും ചന്ദനം ഉണ്ടാക്കണം, വയമ്പും ചന്ദനം അരയ്ക്കണം, പിന്നെ അതുപോലെ ചന്ദനം മാത്രം ആയിട്ട് അരയ്ക്കണം കുറി തൊട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ പനിക്കൂർക്കയുടെ ഇല, ബ്രഹ്മിയുടെ ഇല, തുളസിയുടെ ഇല അതിൻ്റെയൊക്കെ നീരെടുക്കണം. പിന്നെ ഇവർക്ക് ഡ്രസ്സ് എടുക്കണം, ഡ്രസ്സ് 2 പേർക്ക് എടുത്ത് വയ്ക്കണം. പിന്നെ ലോഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ പിന്നെ 2 ആൾക്കും ഒന്നായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവർ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞളും അതുപോലെ തേങ്ങാപ്പാലൊന്നും ഇട്ടൊന്നും നല്ല കുളിപ്പിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വെളിച്ചെണ്ണ തേച്ചിട്ട് ജസ്റ്റ് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പം ഈ ഇലകളും സംഭവങ്ങളൊക്കെ അമ്മ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ആളെടുത്ത് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാൻ വേണം കേട്ടോ ഓടി നടക്കാനായിട്ട്. വേറെ ദൂരമൊന്നുമില്ല, നമ്മുടെ മുറ്റത്ത് തന്നെയാണുള്ളതെല്ലാം. അങ്ങനെ നമ്മൾ ഈ ഹെക്കുട്ട കുളി കഴിഞ്ഞിട്ട് കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്ക് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ. അപ്പോൾ ആദ്യം കൊടുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഇലകളെല്ലാം വാട്ടിയിട്ട് അത് വയലൊഴിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സിറപ്പും കൂടെ 1 ml കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മേലെല്ലാം ബോഡി ലോഷൻ ഇട്ട് കൊടുക്കും. പിന്നെ റാഷസിൻ്റെ ക്രീമുണ്ട്, അതും ഇട്ട് കൊടുക്കും. നമ്മൾ സെബാമെഡിൻ്റെ ആണ് കേട്ടോ എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രൊഡക്ട്സും ഒന്നുമില്ല, ജസ്റ്റ് ലോഷൻ പിന്നെ റാഷസ് ക്രീം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അയ്യോ, പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി. ഈ കുളി കഴിഞ്ഞിട്ട് കൊടുന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് വയമ്പും ചന്ദനവും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യം ഒരു നെറ്റിയിലൊരു കുറി തൊട്ട് കൊടുക്കും. ആൺകുട്ടിയാണെങ്കിൽ വലത് ഭാഗത്ത്, പെൺകുട്ടിയാണെങ്കിൽ ഇടത് ഭാഗത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വയമ്പും ചന്ദനം കൊടുത്തിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചത് ഞാൻ എന്തുമാത്രം വണ്ണം വെച്ചല്ലേ. 28ൻ്റെ ഫോട്ടോ 28ൻ്റെ സമയത്ത് ആ സാരി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഒരു ആന ചന്തമായിരുന്നു. നല്ല വണ്ണം വെച്ചോട്ടെ ഞാൻ. ശരിക്കും ചോറ് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അരികെ ഉള്ളിച്ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വിശപ്പുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കഴിക്കും, എനിക്ക് മാത്രമേ വയറെന്നറിയുള്ളൂ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേറെ വല്ല ഐറ്റംസും കഴിക്കണേക്കാൾ നല്ലത് ബേക്കറികൾ കഴിച്ചെങ്കിൽ എനിക്ക് പെട്ടെന്ന് നാവിലൊക്കെ ഭയങ്കരമായിട്ട് മുറിവൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള ഭക്ഷണം 3 നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടും കഴിക്കും കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം. പതിയൊക്കെ ഉള്ളൂ, കാരണം പ്രസവം നിർത്തിയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉള്ളിലങ്ങ് ഉണങ്ങിയിട്ടില്ല എന്ന് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ തിരിയുമ്പോഴും പറയുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഹക്കൂട്ടനതേ ലോഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോഷനൊക്കെ ഇട്ട് കൊടുക്കുമ്പം ആൾ നന്നായിട്ട് ചിരിക്കും. ലോഷനൊക്കെ ഇട്ട് കൊടുക്കുന്നത് മസാജ് ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണന് പിന്നെ ഞാൻ തൊട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ കണ്ണൻ പാൽ കുടിക്കാൻ മാത്രമായിട്ടാട്ടോ അങ്ങനെ ഒച്ച ഉണ്ടാക്കി വരിക. ആൾക്ക് എൻ്റെ സൗണ്ട് കേട്ടെങ്കിൽ അപ്പോൾ പാൽ കുടിക്കണം, അങ്ങനത്തെ ഒരാളാട്ടോ കണ്ണൻ. അങ്ങനെ ഗൈസ്, നമ്മൾ അമ്മമ്മയുടെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ഓർഡർ. ഫസ്റ്റ് കട്ടൻ ചായയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്. ഈ ജിമ്പനും അപ്പൂനും ചെമ്മാപ്പിള്ളാൻ സമയത്ത് ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല 8ൻ്റെ പണി കിട്ടിട്ടോ ഈ കാര്യത്തിൽ. അപ്പോഴേക്കും അനിയത്തി കുഞ്ഞിക്കണ്ണെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ലോഷൻ ഇട്ട് കൊടുത്തു, അങ്ങനെ മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തു, ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഓർഡർ എത്തിയിട്ടുണ്ടായിരുന്നു, അവർ ഫ്ലോട്ടിങ്. ജിമ്പൂന് ദോശ കറി കേട്ടോ. ആൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ അപ്പൂനും വാമിക്കും ചോറ്.
അങ്ങനെയായിരുന്നു കേട്ടോ ഓപ്ഷൻസ്. അങ്ങനെ ഓരോ റൗണ്ട് ചോറും ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ അപ്പോൾ അമ്മയുടെ കപ്പാസിറ്റി കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അടുക്കളയിൽ കയറി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർ പക്ഷേ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഈ ഫ്ലോട്ടിങ്ങിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വാരി കൊടുക്കുകയൊക്കെ വേണം മക്കൾക്ക് 3 പേർക്കും, ജിമ്മിന് പ്രത്യേകിച്ച്. പക്ഷേ ഈ ഫ്ലോട്ടിങ് ചെയ്യുന്ന സമയത്ത് സ്വയം ഫുഡൊക്കെ കഴിച്ചോളും. അപ്പോൾ അങ്ങനത്തെ വലിയൊരു പോസിറ്റിവിറ്റി അതിലുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയപ്പോഴേക്കും ഇതേ കുഞ്ഞുമക്കൾ 2 പേരും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണൻ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി വരെയൊക്കെ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഇടയ്ക്കൊന്ന് എണീറ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇഹക്കുട്ടി പിന്നെ കുറച്ച് ബിഗ് ആയല്ലോ, അതിൻ്റെതായിട്ടുള്ള കുഞ്ഞ് വ്യത്യാസം ഉണ്ട് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ. അപ്പോഴേക്കിതേ ചിഞ്ചു 3 പേരെയും കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഫുഡൊക്കെ അത്യാവശ്യം നന്നായി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം തന്നെ ഉറങ്ങും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് 3 പേരും ഇരിക്കുന്നത്. കാരണം അത്രയും നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. അമ്മുട്ടി കണ്ടോ, ഇഹക്കുട്ടിയുടെ തലയുടെ ബാക്കിലൊക്കെ നിറയെ പേനും നീരും നിറഞ്ഞിരിക്കുക കേട്ടോ. നല്ല തിക്കാണ് കേട്ടോ ആളുടെ ഹെയർ. കണ്ണൻ്റെ പക്ഷേ അത്ര തിക്കൊന്നുമില്ല, അതുകൊണ്ട് പേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. പക്ഷേ ഇഹക്കുട്ടിയുടെ തലേന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോർച്ചൊക്കെ അടിച്ചിട്ടൊക്കെ കേട്ടോ ചിഞ്ചുമൊക്കെ പേനൊക്കെ എടുക്കാറ്. അങ്ങനെ ജിംബൻ കിടന്നിങ്ങനെ സൈഡായിട്ടുണ്ട്. ഇനി ഇതിലാരാ ആദ്യം ഉറങ്ങാന്നറിയോ? ജിംബനാണ് കേട്ടോ ആദ്യം ഉറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പു, പിന്നെ വാമി, അങ്ങനെയൊക്കെയാണ്. കൂടുതലായ സമയത്ത് 3 പേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയിട്ടുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. ഇപ്പം കണ്ടോ കിടക്കുന്നത് കണ്ടോ? എന്ത് നല്ല കുട്ടികളല്ലേ. അങ്ങനെ 3 പേരും ഇവിടുന്ന് ജിംബൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനത്തെ അപ്പൂനൊക്കെ നന്നായിട്ട് പോയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ. ഞാൻ എന്തോ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോഴേക്കും 3 ആളും സൈഡായിട്ടുണ്ട് കേട്ടോ. മാമി കിടക്കുന്ന നോക്കി പടായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്കണ്ണ് ഇപ്പോൾ ഇടയ്ക്കായിട്ട് ഭയങ്കര ഞെട്ടി ചാടും കേട്ടോ ഉറക്കത്തിനിടയ്ക്ക്. അപ്പോൾ ഞാനത് ഒരു സൈഡിൽ ഫീഡിങ് പില്ലോയും പിന്നെ ഒരു സൈഡിൽ കുറച്ച് കട്ടിയുള്ള തുണി വെച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആളനങ്ങുമ്പം അങ്ങനെ തന്നെ അങ്ങ് സ്റ്റഡി ആയിട്ട് കിടന്നോളും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒരു തടസ്സം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഞെട്ടി ചാടുകയും ചെയ്യും, അതോടെ ഉറക്കം പോവും, കരയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഹക്കുട്ടിയുടെ ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ആളങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരയൊന്നുമില്ല കേട്ടോ. അത്രയും വിശന്ന് കഴിഞ്ഞാൽ മാത്രമാണ് എണീറ്റ് കഴിഞ്ഞാൽ കരയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് എണീക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ഗസ്റ്റ് ഉണ്ട്, വിനിച്ചേട്ടൻ്റെ, നമ്മുടെ വല്യമ്മയുടെ ഫാമിലിയാണ്, തൃശ്ശൂരിൽ നിന്ന് ബിനീഷേട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട്. ചിന്ന ചേച്ചി നമ്മൾ ഒരു പ്രിയപ്പെട്ട ഫാമിലിയാണ് കേട്ടോ. അപ്പം ബേബീനെ കാണാനെതിരെ വന്നിട്ടുണ്ടായില്ല, കാരണം പ്രസവിച്ച സമയത്ത് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഉത്സവം കാര്യങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് വിഷു ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവർക്ക് ഫ്രീ ടൈം കിട്ടിയത്. അപ്പോൾ അവർ ബേബീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പാർക്കിൻ്റെ നമ്മുടെ അടുത്തൊരു പാർക്കുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് നല്ല ത്രില്ലായിട്ടോ. അങ്ങനെ അപ്പവും ജിമ്പും വാമിയൊക്കെ കുറേ നാൾക്ക് ശേഷം വീണ്ടും പാർക്കിലേക്ക് പോവുകയാണ്. ഈ ജലദോഷം പനിയൊക്കെ കാരണം നമ്മൾ പിള്ളേരൊന്നും വിടാറേ ഉണ്ടായിരുന്നില്ല പാർക്കിലേക്ക്. അപ്പോൾ ഇന്ന് ഇവർ വന്നുകൊണ്ട് അവർക്ക് പാർക്ക് ഡേ ആണ് കേട്ടോ ഇന്ന്. അല്ല എനിക്ക് വയ്യ. അവരുടെ കൂടെ ചിഞ്ചും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം കുട്ടികളെല്ലാവരും കൂടെ ആവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അനിയത്തിയും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇഹക്കുട്ടിയും കണ്ണനും ഞാനും അമ്മും അമ്മമ്മയും മാത്രമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം ഫീഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ആൾ ധൈര്യമായിട്ട് പിള്ളേരുടെ കൂടെ ആൾ പോയി. പിന്നെ അവർ പാർക്കിൽ നിന്ന് വന്നിട്ട് അപ്പം തന്നെ അവർ തിരിച്ച് പോയി കേട്ടോ. കാരണം തൃശ്ശൂർ വരെ എത്തണ്ടേ. ഇങ്ങോട്ട് വരാനായിട്ട് അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വഴിയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പിന്നെ തിരിച്ച് ഈസി ആയിട്ട് പോകാമല്ലോ. പക്ഷേ ഇരുട്ടായിരുന്നു പാർക്കിൽ നിന്നൊക്കെ വന്നപ്പോഴേക്ക് തന്നെ. അപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഒരു അൺബോക്സിങ് ടൈമാണ്, കാരണം അവർ കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്തിരുന്നു കേട്ടോ ബേബികൾക്ക്. അപ്പോൾ അതൊക്കെ തുറക്കുന്ന തിരക്കാണ്. നല്ല അടിയിടിയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഒരാൾക്ക് ബോക്സ് വേണം, ഒരാൾക്ക് സെല്ലോ ടേപ്പ് വേണം, ഒരാൾക്ക് അത് കൊണ്ടുവന്ന കവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിയിടി വഴക്കൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഫോൺ അൺലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് അപ്പോൾ അത് നൈസായിട്ട് എടുത്ത് ഓടി കേട്ടോ. ഇനിയിപ്പോൾ എന്താ, കുറച്ച് പ്ലേയിങ് ടൈമാണ്. അതായത് കുഞ്ഞു ബേബികൾ നന്നായിട്ട് നമ്മൾ കിടത്തി ഉറക്കും, ഇവർ ഒച്ച കേട്ടിട്ട് വീണ്ടും എണീക്കും. അങ്ങനെ വീണ്ടും കുറച്ച് നേരം കളിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കരയും. അപ്പം ഇവർ വീണ്ടും ഒച്ചയിടും ഉറങ്ങുന്നതിനിടയ്ക്ക്. അങ്ങനെ ഒരു 10:30 11 മണി 11:30 വരെ ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. ചില സമയത്ത് ഒരു ഭയങ്കര കൂട്ടായിരിക്കും, ചില സമയത്ത് വല്ല കീരിയും പാമ്പും പോലെ ആയിരിക്കും കേട്ടോ. ജിമ്പ് പിന്നെ കുറേ ടൈം ഇങ്ങനെ ടി വിയുടെ
ടിവിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഊഞ്ഞാലാടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും കേട്ടോ. അവളുടെ പ്രധാന വിനോദം അതാണ്, ഊഞ്ഞാലാട്ടാണ് കേട്ടോ. ഇവരങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ആടാനും കാര്യങ്ങളൊന്നും ഊഞ്ഞാലുമിലേക്ക് അങ്ങനെ പോവില്ല. അവരിങ്ങനെ ദിവാനുമിലിരിക്കുക, സോഫയിലിരിക്കുക, അത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, കുട്ടി ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. അവളോട് നന്നായി സംസാരിച്ചെങ്കിൽ ആളും തിരിച്ച് നന്നായിട്ട് ഇങ്ങനെ അവരുടെ ഭാഷയിൽ ഇങ്ങനെ തിരിച്ച് റിപ്ലൈ ചെയ്യും കേട്ടോ. നല്ല ക്യൂട്ടാട്ടോ കേൾക്കാനായിട്ടത്. അങ്ങനെ ദേ അറ്റ് ലാസ്റ്റ് നമ്മളെ മക്കളെല്ലാവരും ഉറങ്ങിയിരിക്കണു. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങി കേട്ടോ. കാരണം രാവിലെ ഓൾറെഡി പൂളിൽ കയറിയിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാർക്കിൽ പോയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. പക്ഷേ പൂളിലൊക്കെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നുണ്ട് ഇവർ അത്യാവശ്യം നന്നായിട്ടൊന്നും കൂടുതൽ ഓടിക്കളിച്ചൊന്നും ഇല്ല, അതെല്ലാവരും പറഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം ഭയങ്കര സൈലൻസ് ആയിട്ടൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർക്കിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് ഓട്ടവും ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ മക്കളെല്ലാവരും ഉറങ്ങി. അപ്പോഴേക്കൊരു 12:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ ആക്ച്വലി 2 ദിവസമായിട്ടും പറഞ്ഞല്ലോ ഒരു കുഞ്ഞി കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞി പിള്ള വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? അത് കണ്ണനിങ്ങനെ രാത്രി എണീറ്റ് ലാസ്റ്റ് എൻ്റെ സൈഡിലേക്ക് വരും. അപ്പോൾ കുറച്ച് പൊക്കം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ തന്നെ കിടക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ഞാനും ചിഞ്ചും കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉറങ്ങാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ചോക്കോബാർ കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പ പാർക്കിൽ നിന്ന്. അപ്പം മക്കളൊന്നുമില്ലാത്ത സമയത്ത് വേണം അതൊക്കെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അവർക്കും കൊടുത്ത് ഓൾറെഡി പാർക്കൊന്നും കുറേ കഴിച്ചിട്ടുണ്ടായിരിക്കും അവർ, നമുക്കറിയാമല്ലോ. പിന്നെ അവർക്കൊന്നും കൊടുക്കാതെ നമ്മൾ രാത്രി എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബോറടിപ്പിച്ചോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എന്താ അറിയില്ല, എന്തൊക്കെയോ ഒരു ബോറടി വോയിസ് ഓവറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, എങ്കിലാണല്ലോ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ വേറൊരു ഹാപ്പിനെസ് പറയാനായിട്ട് നമ്മളത് 3K ഫാമിലി ആകാൻ പോവുകയാണ്. കുറച്ചൊരു 60 അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 3K ആവാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.